നമസ്കാരം. തായ്വാന്റെ സമാധാനം കെടുത്തി ചൈന പുതിയ അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള സൈനിക കപ്പലുകളുമായുള്ള ചൈനീസ് കടന്നുകയറ്റം തായ്വാൻ കണ്ടെത്തി കഴിഞ്ഞു. തായ്വാൻ മന്ത്രാലയ പ്രസ്താവന പ്രകാരം പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളും 4 ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു. തായ്വാനിലെ സായുധ സേനാ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിവരം. അതേസമയം കൂടുതൽ ചടുല നീക്കങ്ങളിലേക്ക് കടന്ന തായ്വാനെ കീഴ്പ്പെടുത്താനാണ് ചൈന ശ്രമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായി തായ്വാന് ചുറ്റും നിരവധി ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യം തായ്വാൻ മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ദ്വീപിന്റെ മേൽ പരമാധികാരം പണ്ടേ അവകാശപ്പെട്ടിരുന്ന തായ്വാനും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കത്തിൽ ഈ സംഭവവികാസം വർദ്ധിക്കുന്നതായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. തായ്വാൻ അടുത്തുള്ള ചൈനീസ് സൈനികാസ്തികളുടെ വർദ്ധിച്ച സാന്നിധ്യം മേഖലയിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അടിവരയിടുന്നുണ്ട്. ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ മെയിൻലാൻഡുമായി വീണ്ടും ഏകീകരിക്കാനുള്ള ചൈനയുടെ അഭിലാഷങ്ങളെക്കുറിച്ചും തായ്വാൻ പതിവായി ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ പതിറ്റാണ്ടുകളായിട്ട് ചൈനയ്ക്കും തായ്വാനും തമ്മിലുള്ള നിശബ്ദ അതിർത്തിയായി പ്രവർത്തിച്ചു. എന്നാൽ 2022 ഓഗസ്റ്റിൽ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിനു ശേഷം ചൈനയുടെ സൈന്യം കൂടുതൽ സ്വതന്ത്രമായി വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും ഒക്കെ നിരത്തുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ അർത്ഥവത്തായതും മൂർച്ചയുള്ളതുമായ പ്രതിരോധം ചൈനയ്ക്ക് ഏൽപ്പിക്കണം എന്നതാണ് പ്രധാന കാര്യം. തുടർച്ചയായ പ്രതിരോധ ആയുധ വിൽപ്പന, വ്യാപാര കരാറുകൾ, തായ്വാൻ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ ഒഴിവാക്കൽ അതിന് സഹായിക്കൽ എന്നിവയൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. തായ്വാന്റെ സുരക്ഷയോടുള്ള പ്രതിബദ്ധത അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഉറപ്പിന് മറുപടിയായിട്ട് ആയുധ വിൽപ്പനയും സൈനിക സഹകരണവും ഉൾപ്പെടെയുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക തായ്വാൻ കൂട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ചൈന തായ്വാന്റെ മേൽ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തായ്വാനിലെ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിലേക്ക് പതിവ് വ്യോമ നാവിക നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ തായ്വാന് ചുറ്റുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ ചൈന ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് തായ്വാൻ അതിന്റെ പ്രത്യേക സ്വത്വവും ജനാധിപത്യ സംവിധാനവും നിലനിർത്താൻ ശ്രമിക്കുന്നു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ നിലയെയാണ് പിന്തുണയ്ക്കുന്നത്. ചൈനയുടെ സൈനിക ഭീഷണികൾക്ക് മറുപടിയായിട്ട് തായ്വാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും അന്താരാഷ്ട്ര സാന്നിധ്യവും പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ചൈന തായ്വാൻ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ ചൈന നയം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ചൈന മാത്രമാണുള്ളതെന്നും തായ്വാൻ അതിന്റെ ഭാഗമാണെന്നുമാണ് ചൈന ശഠിക്കുന്നത്. പക്ഷേ തായ്വാൻ പതിറ്റാണ്ടുകളായി സ്വന്തം ഗവൺമെന്റ്, ഭരണഘടനാ, ജനാധിപത്യ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് അതിന്റേതായ പ്രത്യേക ഐഡന്റിറ്റിയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പല തായ്വാനീസ് ആളുകളും ചൈനീസ് എന്നതിനേക്കാൾ തായ്വാനീസായി തിരിച്ചറിയുന്നു. വർഷങ്ങളായി തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പിരിമുറുക്കത്തിന്റെയും ശത്രുതയുടെയും കാലഘട്ടങ്ങൾ, തടങ്കലിന്റെയും സഹകരണത്തിന്റെയും കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ. എന്തായാലും സമാധാനപരമായ മാർഗങ്ങൾ പരാജയപ്പെട്ടാൽ തായ്വാനെ പ്രധാന ഭൂപ്രദേശവുമായി വീണ്ടും ഒന്നിപ്പിക്കാൻ ബലപ്രയോഗം നടത്താം. ആ ഒരു സാധ്യത ചൈന തള്ളിക്കളയുന്നില്ല. നാവിക മിസൈൽ സേനകളെ കെട്ടിപ്പടുക്കുന്ന ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ചൈന നവീകരിച്ചിട്ടുണ്ട്. ഇത് തായ്വാനിലും മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ തായ്വാൻ പ്രശ്നം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സെൻസിറ്റീവും വിവാദപരവുമായ വിഷയമായിട്ട് തുടരുകയാണ്. പല രാജ്യങ്ങളും ചൈനയുമായുള്ള ബന്ധവും തായ്വാന്റെ സുരക്ഷയും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പിന്തുണയും തമ്മിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ചൈന തായ്വാനെ കീഴ്പ്പെടുത്തുവാനുള്ള പദ്ധതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ്. എങ്ങനെയും തായ്വാനെ കീഴ്പ്പെടുത്തുക, സമ്മർദ്ദമുണ്ടാക്കി തായ്വാനെ തങ്ങളിലേക്ക് അടുപ്പിക്കുക, അമേരിക്കയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുക, ഇത് തന്നെയാണ് ചൈനയുടെ പ്രതിജ്ഞ. എന്നാൽ ചൈനയുടെ വാദങ്ങളിൽ ചൈനയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കില്ല. തായ്വാനെ സംരക്ഷിക്കും, തായ്വാൻ സ്വതന്ത്രമായി തന്നെ തുടരും എന്നതാണ് തായ്വാന്റെ പക്ഷവും. എന്ത് സംഭവിക്കും? ഒരു യുദ്ധമുണ്ടാകുമോ? ചൈന എന്താണ് തായ്വാനിൽ അടുത്ത നീക്കമായി നടത്തുക എന്നതിന്റെ ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ലോകം.